പുലർച്ചെ ഫോണിലൂടെ അധ്വാനിച്ച് കിടന്നുറങ്ങിയാണ് പാവം. ഇവനെയൊക്കെ ടോണി നേരം പുലർന്നിട്ട് ഇപ്പൊ എത്രയെന്ന വിചാരം? എണിക്കാനുള്ള ബാവൂല്ലേ? ടോണി സമയം എന്താണെന്നറിയോ? കിടന്നുറങ്ങുന്ന എന്നോടാണോ റോയിച്ച സമയം ചോദിക്കുന്നത്? വാച്ചിലേക്ക് നോക്കിയാ പോരെ. നീ ഇങ്ങനെ കിടന്നോ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ. ആ ആനന്ദിനെ കണ്ടുപിടിക്കും. അവൻ നേരത്തെ എണ്ണിട്ട് കോഫി ഷോപ്പിൽ പോയി. അവനുള്ള എന്റെ പകുതി ഉത്തരവാദിത്വം പോലും നിനക്കില്ലാതെ പോയല്ലോ. അവിടെ പോയി കണ്ട മണ്ടത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്ന അവനൊക്കെ ഭേദം ഇവിടെ വെറുതെ കിടന്നുറങ്ങുന്ന ഞാനാ. കണി കാണിക്കാൻ പറ്റിയ സാധനം ടോണിയില്ലേ? ഉണ്ടല്ലോ. ഇപ്പൊ വിളിക്കാം. ഇവിടെ തന്നെ ഉണ്ടാവൂലോ അല്ലേ? ഇപ്പൊ തന്നെ വിളിക്കാവേ. ഡാ ടോണി, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാണെങ്കിലും പിന്നെ വരാൻ പറ റോയിച്ച. ഒരു പെണ്ണാണ്. നീ ഉറങ്ങിയാണെന്ന് പറയാം. ആരാള്? എനിക്കറിഞ്ഞൂടെ, അന്വേഷിച്ചു വന്നതാ. കാണാൻ കൊള്ളാം. നല്ലൊരു കണിയായിരിക്കണേ. ഹലോ. ഗുഡ് മോർണിംഗ്. ഇതിലും നല്ലൊരു ഗുഡ് മോർണിംഗ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടാനില്ല. താങ്ക് യു. റോയിച്ച, റോയിച്ച, ബീമർ പ്രതീക്ഷിക്കണ ബാറ്റ്സ്മാനെ ഇങ്ങനെ യോർക്കെറിഞ്ഞ് പരീക്ഷിക്കരുത്. എന്താ സംഭവം? ഈ ബുദ്ധിയില്ലാത്ത സാധനത്തിനാണോ റോയിച്ചൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞത്? എടാ, സ്വന്തം ചേട്ടനായ ഞാൻ കഷ്ടപ്പെട്ട് വിളിച്ചിട്ടും ഉറക്കം എണീക്കാത്ത നീ അവള് വിളിച്ചപ്പോ എണീറ്റല്ലോ. എന്താ നിങ്ങൾ തമ്മില്? റോയിച്ച, അതെ സിബ്ലിംഗ് റൈവലറി കാണിക്കരുത്. വിളിക്കണു. ചെല്ല് ചെല്ല്. നോക്കിക്കോ. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് 3 പേർക്ക് പഴംപൊരി രക്തം വാങ്ങി കൊടുക്കാനുണ്ട്. പോയിട്ട് വരട്ടെ. അയ്യോ ടോണി മോനെ പോലെ എന്റെ അടുത്ത് കളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നീ ഉള്ളോണ്ടാ ഞാൻ പോകുന്നേ. ആ ടേബിളിൽ ഇരിക്കുന്ന ആളെ കണ്ടോ? കണ്ടു. എന്താ കാര്യം? അയാൾ ആത്മഹത്യ ചെയ്യാൻ പോവാ. ഇവിടെ വെച്ചോ? ഇവിടെ വെച്ചാവണമെന്നില്ല, പക്ഷേ അയാൾ ഇന്ന് ആത്മഹത്യ ചെയ്യും. നിനക്കെങ്ങനെ അറിയാം? ഒരിക്കൽ ആത്മഹത്യ ചെയ്യാൻ പോയവന് ആത്മഹത്യയിലെത്തിക്കുന്ന എല്ലാരെയും തിരിച്ചറിയാൻ പറ്റും. അയാൾ ചെയ്തോട്ടെ, അയാളുടെ ആഗ്രഹമല്ലേ. പക്ഷെ ഇവിടെ ചെയ്യാതിരുന്നാ മതി. പിന്നെ നമുക്കെന്താ? അല്ല, ഇങ്ങനെയുള്ളവർക്ക് ഒരു പേടി ഉണ്ടാവില്ലല്ലോ. നല്ല ഹോട്ടലിൽ കയറി ഭക്ഷണവും കഴിച്ച് പൈസ കൊടുക്കാതെ ഇറങ്ങി ഓടും. ആത്മഹത്യ ചെയ്യാൻ പോവാണല്ലോ, ഒന്നിനെയും പേടി ഉണ്ടാവില്ല. ഞാൻ ചെയ്തിട്ടുണ്ട് 2 പ്രാവശ്യം. അതൊക്കെ ഒരു കാലം. അതിനയാൾ കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ലല്ലോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അവസാനം ഇയാൾ ഇറങ്ങി ഓടുമ്പോ സുല്ലെ പിടിക്കടാ എന്ന് പറയുമ്പോ ഞാൻ പിടിക്കില്ല. എന്തായാലും എന്തിനായിരിക്കും അയാൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്? അയാളുടെ കാമുകി വേറെ ആരുടെയും കൂടെ പോയിണ്ടാവും. ആ നോക്ക്, അവളെ കണ്ടറിയാം അവള് വേറൊരുത്തൻ്റെ കൂടെ പോകുന്നു. അപ്പ അയാളെ ആത്മഹത്യ ചെയ്യും. കണ്ടോ? ഡാ പോയി ഓർഡർ ആക്കടാ. മനുഷ്യന്റെ സമയം കളയാൻ. സർ, ഓർഡർ. എന്താ? എനിക്കൊന്നും വേണ്ട. എനിക്കൊരു കോഫി, ഒരു ബ്രൗണി. ഞാൻ പറയുന്നത് ക്യാമറ ഇങ്ങനെ നന്നായിട്ട് പാൻ ചെയ്ത് വരുമ്പോൾ ആനന്ദേ, അവര് സിനിമാക്കാരാ. മറ്റേ ചെങ്ങനെ നീ ആത്മഹത്യ ചെയ്യിപ്പിച്ചു.
ഇനി ഇവരെ സിനിമക്കാരാക്ക. വേണമെങ്കിൽ മതി. ഇനി സിനിമക്കാരാവോ? എങ്ങാനും ബിരിയാണി കൊടുക്കണ്ടെങ്കിലോ? അപ്പോ ക്രെയിൻ വേണം തന്നെയാണോ നീ ആ പറയുന്നത്? ക്രെയിൻ വേണം, ക്രെയിൻ വേണം. എന്നാൽ ഇങ്ങനെ കൊണ്ടുപോയി എടുക്കാൻ പറ്റൂ. നല്ല ഗുമ്മുണ്ടാവും. തന്നെ ഉം. ദാ ഇത് ഞാൻ കൊടുത്തോളാം. തന്നോ? ഒന്നും പറയണ്ടേ? ക്യാമറ 5D ആക്കിയാലോ? ഞാനാ ക്യാമറമാൻ, ഞാൻ പറയും. ഉം. ക്യാമറ 5D ആയിക്കോട്ടെ, നല്ല ഗുമ്മുണ്ടാവും. സാർ കാപ്പി. അവിടെ അവിടെ സിനിമക്കാരാണല്ലോ. ഈ നാച്ചുറൽ ലൈറ്റ് മതി. ഉം. ആവശ്യമില്ലാത്ത lights എല്ലാം ഒഴിവാക്കിയിട്ട്. ആ ലൈറ്റ്സിന്റെ കാര്യം ശരിയാ, അവര് സിനിമക്കാരന്നെയാ. ഇപ്പൊ എന്തായി? നായകന്റെ പേരെഴുതി കാണിക്കുമ്പോ നായികയുടെ മുഖം കാണിക്കണം. നല്ല വെറൈറ്റി ആയിരിക്കും, നല്ല ഗുമ്മുണ്ടാവും. ഗുമ്മില്ലാത്ത വല്ലതുണ്ടോ? കുറെ നേരായാലോ ഗുമ്മുണ്ടാവും എന്ന് പറയുന്നു. ഉണ്ടാവുമല്ലോ നമ്മുടെ പ്രൊഡ്യൂസറുടെ മുഖം. നമ്മൾ തന്നെ നമ്മളെ വിമർശിക്കാൻ പാടില്ല. അതൊക്കെ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കണം. ശരിയാ, ഇപ്പൊ വിമർശിക്കാൻ മാത്രം വെറുതെ കുറെ എണ്ണം ഇരിക്കുന്നുണ്ടല്ലോ, ഒരു പണിയില്ലാതെ. കീബോർഡ് ഗുണ്ടകള്. ഉം. ഇരുട്ടത്ത് ഇന്നേ വരെ ഒരു ടോർച്ച് പോലും അടിച്ചു നോക്കാത്ത ടീംസാ. ആ ഫ്രെയിമിന് ലൈറ്റും ശരിയായിട്ടില്ല, കളർ ടോൺ മാറിയെന്നൊക്കെ പറഞ്ഞ് വെറുതെ റിവ്യൂ അടിച്ചിറക്കുന്നത്. അയ്യോ കൈ. ദാ എന്താണ് ഇവിടെ നിൽക്കുന്നത്? സാറേ, സൂപ്പർ സ്റ്റാറിനെ മുടിപ്പിക്കാനുള്ള വകയായി. ഏ? ഉം. ടോണിക്കുട്ടാ! പൊടി. എനിക്കൊരു അത്യാവശ്യം. അതിനേക്കാൾ വലിയ അത്യാവശ്യം ഒരു ലിഫ്റ്റ് വേണം. ഞാൻ അങ്ങോട്ടല്ല. ഞാനും അങ്ങോട്ടല്ല. പിന്നെ നീ അങ്ങോട്ടാ? നീ അങ്ങോട്ടാ. ഞാൻ അങ്ങോട്ടെങ്കിലും. എന്നാ ഞാനും അങ്ങോട്ടാ. വണ്ടി എടുത്തു. വിട്ടു. എടാ നീരജേ, നീ എന്താടാ ഒരുമാതിരി അവാർഡ് സിനിമയും സ്ഥലമാറ്റം കിട്ടിയെന്നെ പോലെ? ഒന്ന് സ്പീഡ് കൂട്ടാൻ നിനക്ക് വല്ലതും തരണോ? നീ വലിഞ്ഞേറി വന്നതല്ലേ, അല്ലാതെ ഞാൻ വിളിച്ചു കയറ്റിയൊന്നല്ലോ. ഈ വണ്ടിക്ക് ഇപ്പൊ ഇത്ര സ്പീഡ് ഉള്ളൂ. ഇനി ഇതിലും സ്പീഡ് വേണമെങ്കിൽ മോനെ ദാ ആ ഓട്ടോ പോയി കയറിക്കോ പോ. തമാശക്കാരൻ. ഇവനെന്താ ഇക്ലി എന്ന വികാരവും ഇല്ലേ? എടാ എനിക്ക് ഈ സ്പീഡ് മതി, നീ വണ്ടി എടുത്തേ. എന്താടാ നീരജ് നിനക്ക് പറ്റിയത്? 2 ദിവസമായി ഞാൻ ഒരുത്തിയെ വളയ്ക്കാൻ നോക്കുന്നു. അവളൊന്ന് മുഖത്ത് നോക്കി പറഞ്ഞു പറ്റൂലെന്ന്. അപ്പൊ അതാണ് കാര്യം, ഒരു നിരാശാകാമുകൻ ലൈൻ. എടാ അവള് പറ്റില്ല എന്ന് പറഞ്ഞാ കരഞ്ഞോണ്ടിങ്ങ് പോരല്ലേ വേണ്ടത്, തിരിച്ച് 4 പറഞ്ഞിട്ട് വരണം. എനിക്കതൊന്നും അറിയില്ല ടോണി. എടാ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ഈ പെൺപിള്ളേർക്ക് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയുന്ന ആൺപിള്ളേരെ ഇഷ്ടം. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റൂ. എന്നാലും നീ എന്റെ വണ്ടി വന്ന് കയറിയത് എനിക്ക് ഇഷ്ടായില്ല. ആണല്ലോ. അല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇഷ്ടപ്പെടാലോ. നിനക്ക് നമ്മളെ സെറ്റാക്കി തന്നിട്ട്. ആ സുനിലെ, പാർവതി, നീ പോയി ബില്ലടച്ചേ. കഷ്ടം. തൊണ്ടോടൊടുക്കം. എന്താ? ആ അതൊക്കെ ഉണ്ട്. മാളിന്റെ ഫ്രണ്ടിലൂടെ നായിക ദൂരേക്ക് ഓടിപ്പോകുന്നതാണ്. അതിന്റെ ഒരു ഡ്രീം സീക്വൻസ് എന്റെ മനസ്സിലുണ്ട്. ഇതൊരു സംഭവ. ഈ ഒരൊറ്റ സീന് എല്ലാവരും പിടിച്ചിരുത്തി കളയും. എന്തിനാണ് അവൾ ഓടിപ്പോകുന്നതെന്ന് ചിന്തിച്ചിട്ട് അവിടെ സസ്പെൻസ് വർക്കൗട്ട് ചെയ്യും. ഫിലിം കഴിഞ്ഞ് നമ്മള് സംവിധായകന്റെ പേര് കാണിക്കുന്നേയില്ല. പിന്നെ എന്റെ പേര് എഴുതി കാണിക്കാതെ സംഭവം നടക്കില്ല കേട്ടോ. ഇതൊന്ന് പറയട്ടെ, എല്ലാം കഴിഞ്ഞ് നിന്റെ മൂക്കിൽ എങ്ങനെ? അപ്പൊ നീ പറയും, അങ്ങനെ നായകനും നായികയും ഒന്നായി. ഞാൻ സംവിധായകൻ, റോബിൻ. വെറൈറ്റി ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ രജീഷിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ ഏതോ ഒരു നൈജീരിയൻ സിനിമ കണ്ടുവച്ചിട്ടുണ്ട് അത്രേ, ചൂണ്ടാൻ. ഇനി നൈജീരിയ, എത്യോപ്യൊക്കെ രക്ഷയുള്ളൂ. കാനഡയും കൊറിയയൊക്കെ നമ്മുടെ സിനിമക്കാരെ ചൂണ്ടി ഒരു തീരുമാനമായി. നിങ്ങൾ സിനിമക്കാരാ? അതെ, ചെറിയ സിനിമക്കാരാ, ഷോർട്ട് ഫിലിം. അയ്യേ. ഹലോ, അത്രക്ക് പുച്ഛം വാരി വെതറണ്ട. ഇപ്പൊ ഫീൽഡിലെ പല സിനിമാക്കാരും ഷോർട്ട് ഫിലിമിനാണ് തുടങ്ങിയത്. അതറിയാം. ഇതൊരു വാതിലാണ് സിനിമയിലേക്ക്.
ഇവിടെ കഴിവ് തെളിച്ചാ ഉം. വിളി വരും. വിളി എവിടെന്നാണ് നോക്കിയാ മതി. ഈ ഇരിക്കുന്ന ആരാന്നറിയോ? ആരാ? സംവിധായകൻ ജോസഫ് ആട്ടക്കുളത്തിന്റെ മകനാ റോബിൻ. ആണോ? ആ എന്നാ ഷൂട്ടിംഗ് തുടങ്ങുന്നേ? ഒരു തിരക്കഥ കിട്ടിയാ അപ്പൊ തന്നെ ഓ, തുടങ്ങും. അപ്പൊ തിരക്കഥ ഇല്ലേ? തിരക്കഥ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവോ? ഷൂട്ട് തുടങ്ങൂലേ? അതെ. അതെ, ഞാൻ ചെറുതായിട്ടൊക്കെ എഴുതും. ഇതിനാണ് തേടിയ വള്ളി നിക്കറ് കാലിന്റെ മോഴത്തിനുണ്ടായിരുന്നു എന്ന് പറയണത്. അതെ, ഞങ്ങൾക്ക് വേണ്ടി ഒരു കഥ എഴുതി തരാൻ പറ്റുമോ? മാറ്റൂ, ശ്രമിക്കാം. ഒരു കിടിലൻ ത്രെഡ് ഉണ്ട്, വേണമെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാം. എന്താ കഥ? ഷോർട്ട് ഫിലിം എടുക്കാൻ പോകുന്ന എഞ്ചിനീയറിംഗ് പിള്ളേരെ കഥയാ. ഇതിപ്പോ നമ്മുടെ കഥയല്ലേ, നമ്മളിതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല, എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഒരുവിധപ്പെട്ട എല്ലാവരും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയാ, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ കഥയെന്ന് പറയുന്നത് കേരളത്തിലെ പകുതിയോളം വരുന്ന യുവാക്കളുടെ കഥയാ. അതെ, അത് തന്നെ. ഉഷാറായിട്ടുണ്ട്. ബാക്കി പറ. ആ, ബാക്കിയൊന്നുമില്ല, അത്രേ ഉള്ളൂ. ബൈ, അത് തന്നെ. സംഭവം ഉറപ്പിച്ചോ? അപ്പോ ഇന്നെ എഴുതി തുടങ്ങിക്കോ. ഞാൻ ഇപ്പൊ തന്നെ എഴുതി തുടങ്ങി. ആ, സംഭവം കീച്ചാക്കാം. സംഭവം ഞാൻ എഴുതാം, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്താ? എന്താ? എന്നെ നായകനാക്കണം. ഉം. ഏ ഓ അപ്പോ അഭിനയമോഹത്തിന്റെ അസ്കിത ഉണ്ടല്ലേ? ശരി, ഒരു സീൻ അഭിനയിച്ച് കാണിച്ചേ നോക്കട്ടെ. ആ, മരിക്കാൻ പോകുന്നൊരു ഹൃദ്രോഗിയായിട്ട് അഭിനയിക്കാൻ പോന്നെ. കണ്ടോ? വിക്കിയുടെ കാലം കഴിഞ്ഞു, വിക്കി ഇനിയില്ല. ആവശ്യത്തിൽ കൂടുതൽ ഭാരങ്ങളായി ഞാനിതാ യാത്രയാവുന്നു. നേതാജി റോഡിലെ പാർക്കിലെ ബെഞ്ചിൽ സന്ധ്യക്ക് നീ വരുമ്പോ നീ എന്നെ ഓർക്കണം. അമല, എന്റെ നെഞ്ച് പൊട്ടിപ്പോന്ന പോലെ എനിക്ക് താങ്ങാനാവുന്നില്ല. അതെ. ഏ കണ്ടൂടെ? ഇല്ലെന്ന്. അയാൾ അമേരിക്കയിലെ കൊടുങ്ങല്ലൂർ ഭരണിക്കാണ് ജനിച്ചതെന്ന് തോന്നുന്നു. ഇതൊരു പുളിച്ച തെറിയാടാ. ശരിയാ, ഈസ്റ്റിട്ട് കുളിപ്പിച്ച തെറി. നീ മിണ്ടരുത്. നീ ഒരൊറ്റ ഒരുത്തൻ കാരണ ഈ നടു റോഡ് ഇങ്ങനെ നിൽക്കേണ്ടി വന്നത്. പെറ്റി അടിച്ചാൽ തീരുന്ന സംഗതിയായിരുന്നു. അത് ടോണി, നീ പറഞ്ഞല്ലേ ഉരുളക്ക് പേര് വല്ല മറുപടി കൊടുക്കണോന്ന്. പോലീസുകാരനോടൊപ്പം ഉരുളക്ക് ഉപ്പേരിയായിട്ടില്ലെന്നത്. കർത്താവേ, എന്റെ ലേഡീസ് ഫാൻസ് കണ്ട എന്ത് വിചാരിക്കും? സാറേ, ഒന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോ. ഇതേ കണക്കിന് അവിടെ ചെന്ന് ഒറ്റക്കാലിൽ എത്ര നേരമാണെന്ന് വെച്ചാൽ നിന്നേരാ. പക്ഷെ ഇവിടെ നിന്നാ എന്റെ ഫാൻസ് കണ്ടാ മോശം. അങ്ങനെയാണ്. എന്നാ നീ ഇവിടെ തന്നെ നിന്നാ മതി. എടാ, ഈ നിൽപ്പ് നിൽക്കുമ്പോ നിനക്ക് വല്ല ഓർമ്മ വരുന്നുണ്ടോടാ? ഇല്ല. എനിക്ക് പലതും ഓർമ്മ വരുന്നുണ്ട്. ആ, നിനക്ക് തോന്നും, എന്റെ പ്രായം അതാണല്ലോ. അതെ സാർ. എന്തു പറ്റി പിള്ളേരെ? പിന്നെ പോലീസ് നോക്കിയതാ. എന്തിനാ പൊക്കിയത്? ആ, ടോണിയുടെ സാറാലേ? അതെ, ഞാൻ നീരജ്. സോറി സാർ. നിങ്ങളുടെ പ്ലാനിങ് ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞു നോക്കാം. ഞാനൊരു അധ്യാപകനല്ലേ. ഏത് പോലീസുകാരനും അതിനൊരു ബഹുമാനം തരാതിരിക്കത്തില്ല. ഞങ്ങൾ പറഞ്ഞ ആർക്കും തള്ളിക്കളയാൻ പറ്റത്തില്ല. അധ്യാപകന്റെ ഒരു പവർ അതാ. നിങ്ങൾക്ക് പുച്ഛമാണല്ലോ. സാറേ, ആ നിൽക്കുന്നവർ എന്റെ പിള്ളേരാ. അവരെ ഒന്ന് വിടണം സർ. അതുവരെ താനാരാ? ഞാൻ അവരുടെ മാഷാണ് സർ. 1ാം ക്ലാസ്സിലെ പിള്ളേരെ തറപറ പഠിപ്പിച്ച മാഷല്ലേ നീയൊക്കെ? ഇത്രയൊക്കെ ബഹുമാനേ തരാൻ പറ്റുള്ളൂ. പോയിക്കോ. ഒരുത്തം കിട്ടവന്മാര് ഒന്നാണ് കിട്ടും. അമല, നീ ഇല്ലാതെ ഞാനില്ല അമല. ഇങ്ങനെ ആയിരിക്കുമല്ലേ ഒരു സിനിമാ നടന്റെ ജനനം. ഒന്ന് കാണട്ടെ. നീ ഇല്ലാതെ ഞാൻ ജീവിക്കില്ല അമല. ഈ സീൻ നമുക്ക് ക്ലോസപ്പിൽ എടുക്കണം. ഡയറക്ടർ ഞാനാ. ഞാൻ തീരുമാനിക്കും ക്ലോസപ്പ് വേണോ, വൈറ്റ് ഷോട്ട് വേണോ, മിഡ് വേണോ ഒക്കെ. എടുക്കടാ, രാജേഷിനോട് പറഞ്ഞ ഒക്കെ എഡിറ്റ് ചെയ്ത് കളയും. നല്ല ബെസ്റ്റ് ആക്ടിങ്. വാത്സല്യത്തിലെ മമ്മൂട്ടിയായിട്ട് ചിമ്പു അഭിനയിച്ച മാതിരിയുണ്ട്. മതി മതി മതി. തന്റെ പേരെന്താന്ന് പറഞ്ഞേ? വിക്കി അല്ല, ആനന്ദ്. ആ, ആനന്ദ് വളരെ നന്നായിട്ടുണ്ട്. തന്നെ നായകനൊക്കെ ആക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ പ്രൊഡ്യൂസർ നായകനാകാൻ വേണ്ടിയിട്ടാണ് കാശ് മുടക്കുന്നത്. പണ്ട് മ്യൂസിക് ആൽബങ്ങളിൽ ഉണ്ടായിരുന്ന ഒരുപാട് നല്ല ശീലങ്ങള് ഇപ്പൊ ഷോർട്ട് ഫിലിമിലേക്ക് വന്നു തുടങ്ങി. അയ്യോ, അപ്പൊ എന്ത് ചെയ്യും? പക്ഷെ ഞങ്ങൾ ഉറപ്പിച്ചോട്ടോ, ഞങ്ങളുടെ നായകൻ ആനന്ദ് തന്നെ. സി മിസ്റ്റർ ആനന്ദ്,
ഈ വർക്കിൽ ആനന്ദിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. ഇപ്പൊ തന്നെ ആനന്ദാണ് ഇതിന്റെ റൈറ്ററും നായകനും. ഇതിന്റെ പ്രൊഡ്യൂസർ കൂടെ ആവാനുള്ള അവസരം ഞങ്ങൾ ആനന്ദിന് നൽകുകയാണ്. അപ്പോ എഴുത്തു ഉഷാറാക്കൂ. ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കാം. ഇനി ഇതിന് കാശ് ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനാ നാരായണ? അങ്ങനെ പ്രൊഡ്യൂസർ എനിക്ക് തോന്നി വീഡിയോ ഇത് ഗിംബ്ലോക്സി ആണോ? അല്ല, ബ്ലൂ ബ്ലോക്സി. നിങ്ങൾ അറിഞ്ഞോ, എന്റെ ഉള്ളിലെ തിരക്കഥാകൃത്തും നടനും ഒരുമിച്ച് പുറത്തിറങ്ങാൻ പോവാ. വാവ്. ഒക്കെ പ്രേക്ഷകരുടെ ഭാഗ്യം. അപ്പോ ഞാൻ എഴുത്തു തുടങ്ങട്ടെ. അല്ല സാറാ, ഈ ഷോർട്ട് ഫിലിംസ് എന്ന് പറയുന്ന അത്രയും വലിയ സംഭവമാണോ? ഉണ്ട്. നീ പോയി യൂട്യൂബിൽ കയറി ഷോർട്ട് ഫിലിംസ് ടൈപ്പ് ചെയ്ത് നോക്ക്. എന്നിട്ട് പാസ്റ്റ് 24 hours കൊടുക്കുക. മിനിമം ഒരു 10 ഷോർട്ട് ഫിലിംസ് എങ്കിലും വരും. വല്ലപ്പോഴെങ്കിലും ഒരു ഷോർട്ട് ഫിലിം നല്ലത് വന്നാലായി. ബാക്കി എല്ലാം വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എനർജിയാ. ഇവനെന്ത് ഈ കാര്യമായിട്ടിരുന്ന് എഴുതുന്നേ? ആനന്ദേ, എന്തിനാ റോയിച്ച വെറുതെ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്? മണ്ടത്തരം കേൾക്കാനാണെങ്കിൽ അങ്ങോട്ട് നിന്നാലും പോരെ. പാവം, അതവിടെ ഇരുന്നോട്ടെ. ഇരുന്നോട്ടെ. ഒന്നുമില്ലെങ്കിൽ അവൻ കസേരയിലാണല്ലോ ഇരിക്കുന്നത്, അല്ലാതെ വായുവിലൊന്നുമല്ലല്ലോ. ആരാ വായുലിരുന്നേ? ദേ ഇരിക്കണു എന്റെ അപ്പന്റെ മോൻ. ഹെൽമെറ്റ് ഇല്ലാത്തതിന് പോലീസ് നോക്കി വായുവിലിരുത്തി. അവസാനം ഞാൻ ഫൈനടച്ച് ഊരി. അയ്യേ, നീ വായുലിരുന്നോ? എത്ര നേരം ഇരുന്നു? വായുരിക്കുന്നല്ല, എന്റെ വായിരിക്കുന്ന നീ കേൾക്കാൻ പോകുന്നത്. അധികം ചിരിക്കണ്ട. നിങ്ങളൊക്കെ എനിക്ക് നഷ്ടം മാത്രമേ തരുന്നുള്ളൂ. നിനക്കൊക്കെ വേണ്ടി എത്ര പൈസ ആവശ്യമില്ല ചെലവാക്കുന്നതെന്നറിയോ? റോയ്ച്ച, ബന്ധങ്ങൾക്ക് കണക്ക് പറയരുത്. പറയും. ആവശ്യത്തിനുള്ള ചെലവാണെങ്കിൽ ഓക്കെ. ഇതൊന്നും അങ്ങനെയല്ലല്ലോ. ടോണി, നീയാണ് എല്ലാത്തിനും കാരണം. റോയ്ച്ചൻ ഇന്നേ വരെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തൊന്നും വേണ്ട. എല്ലാരും കണക്കാ. റോയിച്ച, ഹെൽമെറ്റ് വെക്കാത്തതിന് പോലീസ് നോക്കി റോയിച്ചന്റെ കുറച്ച് കാശ് പോയതിനാണ് റോയിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ ഞാൻ ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിക്കുന്ന ആളുടെ പുറകെ കൂടി ഇരിക്കത്തില്ല. നിങ്ങളാരും എനിക്ക് വിശ്വാസമില്ല. എല്ലാവരും അധിക ചെലവാ. ഇതാ അങ്ങോട്ട് നോക്കിയേ. നടുവൊടിഞ്ഞ് തളർന്ന് കിടക്കുന്ന ശോഭ. അവനോ അനാവശ്യമായിട്ട് ഒരു പൈസ പോലും എനിക്ക് അവന് വേണ്ടി ചെലവാക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങൾക്കൊക്കെ എപ്പോഴും അവനെ പുച്ഛമാണല്ലോ. നിങ്ങളെപ്പോലെ ഒരുത്തം തന്നെയല്ലേ അവനും. റോയിച്ച, എന്താണെന്ത്? വൺ മിസ്റ്റർ റോയിച്ചൻ, എനിക്കൊരു 50,000 രൂപ വേണ്ടിയിരുന്നു. ഒരു ഷോർട്ട് ഫിലിം എടുക്കാനാണ്. എന്താ എല്ലാവരും ചിരിക്കുന്നത്? ആനന്ദേ, വല കുലുങ്ങുന്നതും വിസിലടിക്കുന്നതും കേട്ട അപ്പം ഉറപ്പിച്ചോളണം, ഗോളാണ്. പാവം റോയിച്ച. കാലാബോധമില്ലാത്ത ബ്ലഡി ഫൂൾ.